സ്നേഹമുള്ളവരെ, നമ്മുടെ നോയമ്പ് കാലത്തിൻ്റെ അതോടൊപ്പം ഉയർപ്പ് തിരുനാളിൻ്റെ ആമുഖത്തിലേക്ക് വന്നിരിക്കുന്നു. നോയമ്പ് കാലത്തിൻ്റെ സമാപ്തിയിലേക്ക് നമ്മൾ വരികയാണ്. ഈ കരുണയുടെ വർഷത്തിൽ ഏറ്റവും പ്രത്യേകമായ ഒരു ദിവസമാണിന്ന്, ഈ വർഷത്തെ ഓശാന ഞായർ. ഓശാന ഞായർ അല്ലെങ്കിൽ ഓശാന നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിലെ വളരെയധികം ശക്തമായ മധുരമായ അനുഭവങ്ങളാണ് നൽകുന്നത്. ചെറുപ്പനാൾ മുതൽ നമ്മൾ കുരുത്തോലകളുമായിട്ട് പള്ളിയിൽ പോകുന്നതും ആ കുരുത്തോല പെരുന്നാളിന് ആ കുരുത്തോലകൾ ഏന്തിക്കൊണ്ട് നമ്മൾ ആ കാലഘട്ടത്തിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു അനുഭവമാണ്. പെസഹായുടെ വളരെ വികാരനിർഭരമായ ഒരു നിമിഷമാണല്ലോ ഈ ഓശാന. സൈത്തും കൊമ്പുകൾ എടുത്തുകൊണ്ട് ദൈവ രാജാവിനെ എതിരേറ്റ് ഓശാന പാടിയ ആ ജനത്തോടൊപ്പം നമ്മൾ ഇന്ന് കുരുത്തോലകൾ ഏന്തിക്കൊണ്ട് ഓശാന പാടിക്കൊണ്ട് ആ രാജാതിരാജനെ സ്വീകരിക്കുകയും ആ രക്ഷാകര പദ്ധതിയുടെ യുഗങ്ങളുടെ ആരംഭത്തിന് മുമ്പ് തന്നെ കർത്താവ് ഒരുക്കിയ ആ ദിവസങ്ങളിലേക്ക് നമ്മളിപ്പോൾ പ്രവേശിക്കുകയാണ്. അതിനുവേണ്ടിയാണ് ഇത്രയും ദിവസം നമ്മൾ ഉപവസിക്കുകയും പലതരത്തിൽ പുതിയ നിയമത്തിൻ്റെയും പഴയ നിയമത്തിൻ്റെയും തമ്മിലുള്ള രഹസ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം അവൻ തൻ്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കിയെന്ന വചനത്തെ പൂർത്തിയാക്കാൻ പോകുന്ന ദിവസങ്ങളുടെ ചിന്തയാണ് നമ്മൾ. ഇന്നത്തെ നമ്മുടെ വായനകൾ സീറോ മലബാർ ആരാധനാക്രമത്തിലെ 4 വായനകളിൽ സുവിശേഷ വായന മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വചനങ്ങൾ നമ്മൾ കേട്ടു. എന്നാൽ അതിനു മുമ്പ് നമ്മൾ കേട്ടത് റോമാക്കാർക്ക് ലേഖനത്തിൽ 11-ാം അധ്യായത്തിൽ 13 മുതൽ 24 വരെയുള്ള വചനങ്ങളിൽ മുന്തിരി ചെടിയുടെ ശാഖ അല്ലെങ്കിൽ ഒലിവുമരത്തിൻ്റെലേക്ക് ഒട്ടിച്ചേർത്ത ശാഖയെക്കുറിച്ചാണ്. ഒട്ടുമാവ് നമുക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ നമ്മളാകുന്ന ശാഖയെ യേശുവാകുന്ന വൃക്ഷത്തോട് ഒട്ടിച്ചേർത്തുകൊണ്ട് ആ യേശുവിൻ്റെ ജീവരക്തം, യേശുവിൻ്റെ ശരീരം, യേശുവിൻ്റെ ആത്മാവ്, യേശുവിൻ്റെ വചനം നമ്മളുടെ ആത്മാവിലൂടെ ഒഴുകുന്ന ഒരു അവസ്ഥയാണ് ഈ 11-ാം അധ്യായത്തിൻ്റെ മുഴുവനും രഹസ്യം. നമ്മൾക്കറിയാം ഒട്ടുമാവ് അല്ലെങ്കിൽ ഗ്രാഫ്റ്റിംഗ്, ആ വൃക്ഷത്തിൻ്റേതല്ലാത്ത ഒരു ശാഖയെ ആ വൃക്ഷവുമായിട്ട് ഒട്ടിച്ചേർത്ത് സാവധാനം ആ വൃക്ഷത്തിൻ്റെ എല്ലാ ജീവരസവും അതിലേക്ക് ഒഴുകി ആ വൃക്ഷം പോലെ ആകുന്നു. ആദത്തിൻ്റെ ശാഖകളായ നമ്മളെല്ലാവരും, യഹൂദനാകട്ടെ ഗ്രീക്കുകാരനാകട്ടെ വിജാതീയനാകട്ടെ ക്രിസ്ത്യാനിയാകട്ടെ, നമ്മളെല്ലാവരും ആദത്തിൻ്റെ ശാഖകളായിരുന്നു. ആദത്തിൻ്റെ ശാഖകളായിരുന്ന നമ്മളെ അതിൽ നിന്നും വെട്ടിമാറ്റി ക്രിസ്തു എന്ന ഈ പുതിയ വൃക്ഷത്തിനോട് ഒട്ടിച്ചേർത്തുകൊണ്ട് ആ ക്രിസ്തുവിൻ്റെ ജീവരക്തം, ക്രിസ്തുവിൻ്റെ ശരീരം, ക്രിസ്തുവിൻ്റെ ആത്മാവ്, ക്രിസ്തുവിൻ്റെ വചനം ഈ പുതിയ ശാഖയിലേക്ക് ഒഴുകിക്കഴിയുമ്പോൾ ആ ക്രിസ്തു പ്രവർത്തിക്കുന്ന എല്ലാ ഫലങ്ങളും ആ ശാഖ പ്രവർത്തിക്കും. ഇതാണ് രക്ഷാകര പദ്ധതിയുടെ ഒരു വലിയ രഹസ്യം. പിന്നെ അതോടൊപ്പം സക്കറിയായുടെ പ്രവചനമാണ്, സെഹിയോൻ പുത്രി, ഇതാ നിന്റെ രാജാവ് കഴുതക്കുട്ടിയുടെ മേൽ വരുന്നു എന്ന്. ആ സക്കറിയായുടെ പ്രവചനം, ഈ കഴുതയും കഴുതക്കുട്ടിയും സുവിശേഷത്തിൽ അല്ലെങ്കിൽ വിശുദ്ധ രംഗത്തിൽ ഉൽപ്പത്തി മുതൽ ഉള്ളതാണ്. ഉൽപ്പത്തിയിൽ 49-ാം അധ്യായത്തിലാണ് ഇന്നത്തെ വായനയിൽ പറയുന്നത്. യാക്കോബ് മരിക്കാൻ പോകുന്ന സമയത്ത് തൻ്റെ 12 മക്കളെയും വിളിച്ച് ഓരോ മക്കളോടും അവരുടേതായിട്ടുള്ള ദൗത്യവും അവരുടേതായിട്ടുള്ള ജീവിതത്തിൻ്റെ ഫലവും പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം അങ്ങ് കയറി കിടന്ന് മരിക്കുന്ന ആ രംഗമാണ് 49-ാം അധ്യായം. ആ 49-ാം അധ്യായത്തിലെ ഏറ്റവും പ്രധാനമായ ഒരു കാര്യമാണ് കർത്താവ് ഈശോ മിശിഹായെക്കുറിച്ച് തന്നെയുള്ള പ്രവചനമാണ്. യൂദ ഒരു സിംഹക്കുട്ടിയാണ്, ദ ലയൺ ഓഫ് യൂദ
കർത്താവീശോ മിശിഹായാണ് ആ സിംഹക്കുട്ടി. ചെങ്കോൽ യൂദായെ വിട്ടു പോവുകയില്ല. അതാണ് ദൈവരാജ്യത്തിൻ്റെ ചെങ്കോൽ. അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ല എന്ന്, അവൻ യാക്കോബിന്റെ ഭവനത്തിന്മേൽ എന്നേക്കും ആധിപത്യം പുലർത്തും എന്ന് ഗബ്രിയേൽ മാലാഖ മാതാവിനോട് വരാനിരിക്കുന്ന യേശുവിനെ കുറിച്ച് പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്. ചെങ്കോൽ ഇത് യാക്കോബിന്റെ പ്രവചനത്തിലൂടെ തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. അതാണ് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത്. പഴയ നിയമത്തിൽ ഒളിഞ്ഞിരിക്കുന്ന പുതിയ നിയമം. ഈ കഴുതക്കുട്ടിയും ഈ കഴുതക്കുട്ടിയുടെ പുറത്ത് വരാനിരിക്കുന്ന അവൻ 11-ാമത്തെ വചനത്തിൽ പറയുകയാണ്, ജനസിസ് 49:11, അവൻ തൻ്റെ കഴുതയെ മുന്തിരിവള്ളിയിലും കഴുതക്കുട്ടിയെ വിശിഷ്ടമായ മുന്തിരിച്ചെടിയിലും കെട്ടിയിടും. തൻ്റെ ഉടുപ്പ് വീഞ്ഞും കൊണ്ടും മേലങ്കി മുന്തിരിച്ചാറ് കൊണ്ട് കഴുകും. ഇതെല്ലാം ഈ വരാനിരിക്കുന്ന സംഭവത്തെക്കുറിച്ചുള്ള പഴയ നിയമ പ്രവചനങ്ങളാണ്. അത്രയ്ക്ക് മുൻപ് തന്നെ ഇന്ന് നമ്മൾ കാണുന്ന ഈ രക്ഷയെക്കുറിച്ച് ദൈവം പദ്ധതിയിട്ടിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാകാൻ സാധിക്കും. കഴുതയുടെ പുറത്ത് എന്തുകൊണ്ടാണ് രാജാവ് കുതിരപ്പുറത്ത് വന്നില്ല? കുതിരപ്പുറത്ത് രാജാവ് വരുന്നത് യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ടാണ്. കഴുതപ്പുറത്ത് രാജാവ് വരുമ്പോൾ സമാധാനം പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ്. അതാണ് ഏറ്റവും പ്രധാനമായ ഒരു അടയാളം. കഴുതപ്പുറത്ത് എൻ്റെ രാജാവ് കഴുതപ്പുറത്ത് വരുന്നു എന്നതിൻ്റെ അർത്ഥം യുദ്ധത്തിൻ്റെ ചിഹ്നമാണത്. യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു, യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എതിർ രാജ്യത്തിലെയോ രാജ്യത്തിലെ രാജാവ് കഴുതപ്പുറത്ത് വരികയാണെങ്കിൽ പിന്നെ അവിടെ യുദ്ധമില്ല. അതായത് സമാധാനമാണ്. ഞങ്ങൾ യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, ഞങ്ങൾ സമാധാനം പ്രഖ്യാപിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ആ സമാധാന പ്രഖ്യാപന സമയത്ത് ഇരുകൂട്ടരും ഒന്നാകുകയും എല്ലാവരും ചേർന്ന് അവിടെ വലിയ ആഹ്ലാദ ആരവം ഉണ്ടാകുകയും ചെയ്യുന്നു. അതാണ് ഈ രാജാവിനെ സ്വീകരിച്ച ആ വിസ്മയനീയമായ രഹസ്യം. നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷത്തിലെ 21-ാം അധ്യായം, ഈ ജെറുസലേം പ്രവേശനം, അവൻ ജെറുസലേമിനെ സമീപിക്കവേ ഒലിവുമലയ്ക്കരികെയുള്ള ബത്ഗയിലെത്തി. അപ്പോൾ യേശു തൻ്റെ 2 ശിഷ്യന്മാരെ ഇപ്രകാരം നിർദ്ദേശിച്ചു, എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുവിൻ, അവിടെ ഒരു കഴുതയെയും അടുത്ത് അതിൻ്റെ കുട്ടിയെയും കെട്ടിയിരിക്കുന്നത് ഉടനെ നിങ്ങൾ കാണും. കണ്ടോ, ഉൽപ്പത്തി 49-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കഴുതയും കഴുതക്കുട്ടിയും, സക്കറിയ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കഴുതയും കഴുതക്കുട്ടിയും, അത് പൂർത്തിയാകണം. ഈശോയുടെ ഓരോ നിമിഷങ്ങളും വിശുദ്ധ ലിഖിതങ്ങൾ പൂർത്തിയാകണം. അതുകൊണ്ട് അവിടെ ഒരു കഴുതയെ അടുത്തതിൻ്റെ കുട്ടിയെയും കെട്ടിയിരിക്കുന്നത് ഉടനെ നിങ്ങൾ കാണും, അവയെ അഴിച്ച് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. ഇതിനെ വിശദമായിട്ട് പഠിക്കുമ്പോൾ വളരെ മനോഹരമായ ഒരു വാക്കിലൂടെ പറയുകയാണ്, ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ, കർത്താവിന് അവയെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുക. സ്നേഹമുള്ളവരെ, കർത്താവിനും ആവശ്യങ്ങളുണ്ടോ? അതാണ്, കർത്താവിനും ആവശ്യങ്ങളുണ്ട്. കർത്താവിൻ്റെ ഒരാവശ്യം എന്താണ്? ഒരു കഴുതക്കുട്ടി. ഇതെല്ലാം വിനയത്തിൻ്റെ വലിയ അടയാളമാണ്. കർത്താവ് മറ്റുള്ളവരോട് ചോദിച്ചു വാങ്ങുന്നു. ഇത് കർത്താവിന് ആവശ്യമുണ്ട്. ഇതെന്തിനാണിത്? പ്രവാചകൻ വഴി പറയപ്പെട്ട വചനം പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത്. അത്രയ്ക്ക് മനോഹരമാണ് വിശുദ്ധ ലിഖിതങ്ങളുടെ പൂർത്തീകരണം. സിയോൻ പുത്രിയോട് പറയുക, സക്കറിയായിൽ പറഞ്ഞിരിക്കുന്നതാണ്, ഇതാ നിന്റെ രാജാവ് വിനയാന്വിതനായി കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്ത് നിന്റെ അടുത്തേക്ക് വരുന്നു. ആരാണ് ഈ സിയോൻ പുത്രി? സിയോൻ പുത്രി എന്നിവിടെ പറയുന്നത് പുതിയ ജെറുസലേമാണ്. അതായത് ഈ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് യേശുക്രിസ്തുവിലൂടെ സംസ്ഥാപിതമാകാനിരിക്കുന്ന ദൈവരാജ്യമാണ് ഈ സിയോൻ പുത്രി. അങ്ങനെ എല്ലാ ജാതി മതസ്ഥരും ഈ സിയോൻ പുത്രിയിൽ, അതായത് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ഒരു പുതിയ രാജ്യമായി മാറുന്ന ആ സിയോൻ പുത്രിയുടെ ആ രാജ്യത്വത്തിന്റെ ആരംഭം ഇവിടെ കുറിക്കുകയാണ്. സിയോൻ പുത്രിയോട് പറയുക, അതാണ് പണിയുന്നോർ നഗരി ഇതാ കരുണാവാരിധി അവനല്ലോ,
ചിതറിയൊരു ഇസ്രായേൽ ജനതയെ നാഥൻ വീണ്ടും ചേർക്കുന്നു. അതിന്റെ ആരംഭമാണ്. ഇത് യുഗാന്ത്യം വരെ നീങ്ങി നിൽക്കുന്ന ഒരു തീർത്ഥാടനമാണ്. യുഗാന്ത്യത്തിലാണ് ഈ സിയോൻ പുത്രി പൂർണ്ണമായിട്ട് കർത്താവിന് തന്നെ സമർപ്പിക്കുന്ന കർത്താവിന്റെ മണവാട്ടിയായിട്ട് മാറുന്നത്. അതിലേക്കുള്ള ഒരു ആരംഭമാണ് ഇവിടെ. ഇതാ സിയോൻ പുത്രിയോട് പറയുക, ഇതാ നിന്റെ രാജാവ് വിനയാന്വിതനായി കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്ത് നിന്റെ അടുത്തേക്ക് വരുന്നു. ഇതിനെക്കുറിച്ചെല്ലാം വിശദമായിട്ട് ചിന്തിക്കുന്നത് നല്ലതാണ്. നമ്മളുടെ ജീവിതത്തിൽ ഇതുപോലെ എളിമപ്പെടുന്ന ഒരവസ്ഥയാണ്. രാജകീയത എന്ന് പറയുന്നത് സാധാരണ ചെങ്കോലിന്റെയും ആധിപത്യത്തിന്റെയും ഒരു ചിഹ്നമാണെങ്കിൽ ഈശോ ആ ചിഹ്നത്തെ വിനയത്തിന്റെയും താഴ്മയുടെയും ബലിയുടെയും ഒരു ചിഹ്നമാക്കി മാറ്റിയിരിക്കുന്നു. യേശുവിന്റെ രാജ്യത്വത്തിന്റെ പ്രത്യേകത ഏതാണ്? നമ്മുടെ സിവിൽ രാജ്യത്വം അല്ലെങ്കിൽ രാജകീയ പദവികളുടെ എല്ലാം മാറിക്കൊണ്ട് ഇതാ ഒരു കഴുത. അവിടെ ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവർത്തനമാണ്. ദൈവത്തിന്റെ മഹത്വം അവിടെ വെളിപ്പെടുന്നു. ആ മഹത്വം വെളിപ്പെട്ട് മുന്നേറുന്നതിന്റെ ചിഹ്നമായിട്ടാണ് ഈ സാധാരണ മനുഷ്യർ മുഴുവനും അവിടെ വിരിച്ചുകൊണ്ട് അവരുടെ വസ്ത്രം വിരിച്ചുകൊണ്ട് രാജാവിനെ സ്വീകരിക്കുന്നു. നമുക്കറിയാം, പിറവി തിരുനാളിന്റെ സമയത്ത് ഈ ഉണ്ണീശോയെ രാജാക്കന്മാർ വലിയ സ്വർണം കൊടുത്ത് സ്വീകരിച്ച ആ രാജാക്കന്മാർ വിജാതീയരായിരുന്നു. അതുപോലെ ഇതാ ഇവിടെ രാജാവിനെ സ്വീകരിക്കാൻ വിജാതീയരായ എല്ലാ ജാതി മതസ്ഥരും അവിടെ ഒരുമിച്ച് കൂടുന്നു. അതാണ് പൗലോസ്ലീഹയുടെ ലേഖനത്തിൽ പറയുന്ന ആ വിജാതീയരും യഹൂദരും തമ്മിലുണ്ടായിരുന്ന വ്യത്യാസം. എന്നാൽ അവസാനം എല്ലാവരും ഈ രാജാവിന്റെ രാജ്യത്തിൽ വന്നെത്തും എന്നുള്ള പ്രത്യാശയാണ്. ഇവിടെ ഈ അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ രാജാവ് നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്തു? നമ്മുടെ ജീവിതത്തിൽ ഇന്ന് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇതുകൊണ്ട് എന്ത് ഗുണം? നമ്മളുടെ ജീവിതത്തിൽ ഈ ഹോശാന എന്തായി മാറണം? ഇവിടെ ഏറ്റവും പ്രധാന ഒരു രഹസ്യം ഇതാണ്: ഈ രാജ്യത്വത്തിൽ വിശ്വസിക്കുക എന്നതാണ്. ആ രാജ്യത്വത്തിലൂടെ എന്താണ് നമ്മളിൽ സംസ്ഥാപിതമാകാൻ പോകുന്നത് എന്നുള്ള വിശ്വാസമാണ്. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ദേവാലയ ശുദ്ധീകരണവും, അതിന്റെ തുടർച്ചയായിട്ട് അത്തിവൃക്ഷത്തെ ശപിക്കുന്ന ഒരു ഭാഗമുണ്ട്, അല്ലെങ്കിൽ അത്തിവൃക്ഷത്തെ ഉണക്കുന്ന ഒരു ഭാഗം. അത് ഇവിടെ ഇന്ന് നമ്മളുടെ വായനയിൽ ഇല്ലെങ്കിലും അത് നമ്മൾ ചിന്തിക്കുന്നത് ഈ യേശുവിന്റെ രാജകീയതയെ മനസ്സിലാക്കുന്നതിനും അത് അനുഭവമാക്കുന്നതിനും ആവശ്യമാണ്. യേശു ജെറുസലേം ദേവാലയത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞ ഉടനെ, ജെറുസലേമിൽ പ്രവേശിച്ച് രാജകീയ പ്രവേശം കഴിഞ്ഞ ഉടനെ ചെന്നത് ജെറുസലേം ദേവാലയത്തിലേക്കാണ്. യേശു ദേവാലയത്തിൽ പ്രവേശിച്ച ഉടനെ വളരെ ആധികാരികമായിട്ട് അവിടെ ക്രയവിക്രയം ചെയ്തുകൊണ്ടിരുന്നവരെയെല്ലാം പുറത്താക്കി നാണയമാറ്റക്കാരുടെയും മേശകളും പ്രാവ് വിൽപ്പനക്കാരുടെ ഇരിപ്പിടങ്ങളും അവൻ തട്ടിമറിച്ചിട്ടു. അവൻ അവരോട് പറഞ്ഞു, ഇത് വളരെ വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്റെ ഭവനം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. നിങ്ങളോ അത് കവർച്ചക്കാരുടെ ഗുഹയാക്കുന്നു. ഇവിടെ ഇത് അന്നത്തെ ആ കാലഘട്ടത്തിലെ ഒരു അവസ്ഥ മാത്രമല്ല, ഇത് പ്രപഞ്ചത്തിന്റെ അവസാനം വരെയും ഇന്ന് നമ്മൾ ഓരോരുത്തരുടെയും വ്യക്തിപരമായ അവസ്ഥയിലും, നമ്മൾ ഓരോരുത്തരുടെയും ഇടവകയുടെ അവസ്ഥയിലും, നമ്മൾ ഓരോരുത്തരുടെയും ഡയസിന്റെ അവസ്ഥയിലും, സഭ മുഴുവന്റെയും അവസ്ഥയാണ്. എന്റെ ഭവനം എന്ന് ഇവിടെ പറയുന്നത് ഇന്ന് വാസ്തവത്തിൽ സഭയാണ്. എന്റെ ഭവനം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. എന്റെ ഭവനത്തിൽ എന്നിൽ വിശ്വസിക്കുന്ന എന്റെ അവയവങ്ങളായ എന്റെ മണവാട്ടിയായ എല്ലാവരും എന്റെ പ്രാർത്ഥനയോടും എന്റെ ആത്മീയ ശക്തിയോടും ഐക്യപ്പെട്ടിട്ടുള്ളവരാണ്. എന്നാൽ ആ പൂർണ്ണതയിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരവസ്ഥയാണ്. ആ പൂർണ്ണത ഉണ്ടാകും. ആ പൂർണ്ണതയിലേക്ക് വരുന്നതിന് മുമ്പ് ആ ജ്ഞാനത്തിന്റെ അറിവില്ലായ്മ കൊണ്ട് ഭൗതികമായ ലക്ഷ്യത്തോടെ സഭ അല്ലെങ്കിൽ ഈ പ്രാർത്ഥനാലയത്തെ ഭൗതികമായ പല കാര്യങ്ങളിലും നമ്മൾ ക്രയവിക്രയം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്.
യഹൂദരെ ഇത്രയും ദൈവത്തിലെ അറിയുന്നവരും ദൈവത്തിന്റെ പ്രവചനങ്ങളെല്ലാം കേൾക്കുന്നവരും ദൈവവുമായിട്ട് സംസാരിക്കുന്നവരുമായ അവർ പോലും ആ ദേവാലയത്തിന്റെ ഉള്ളിൽ കച്ചവടം നടത്തുന്ന ഒരവസ്ഥ, അതായത് ആത്മീയതയെ അല്പം പോലും ബഹുമാനിക്കാതെയും ആ ദൈവീകതയുമായിട്ടുള്ള ലയനത്തിലേക്ക് വരാത്ത അവസ്ഥയാണ്. കാരണം പ്രമാണങ്ങളും ചട്ടങ്ങളും അനുസരിക്കുക എന്നതാണ് ദൈവികതയുടെ വലിയ അർത്ഥമെന്നാണ് അവർ വിചാരിച്ചിരുന്നത്. എന്നാൽ അതല്ല ദൈവനീതി. ദൈവനീതി എന്നത് ദൈവത്തിന്റെ കരുണാർദ്രമായ ആ സ്നേഹത്തെ അനുഭവിക്കുന്നതിന് ദൈവത്തോട് പൂർണ്ണമായി നമ്മൾ വിട്ടുകൊടുക്കണം. നമ്മുടെ ആത്മാവിൽ ഭൗതികമായ ആഗ്രഹങ്ങളും ഭൗതികമായ താല്പര്യങ്ങളും നിലനിൽക്കുകയാണെങ്കിൽ ആത്മീയമായി നമ്മുടെ ആത്മാവ് വളരുകയില്ല. പുതിയ നിയമത്തിന്റെ ഏറ്റവും പ്രധാനമായ ഒരു ഭാഗം ഇതാണ്. കർത്താവ് ഈശോ മിശിഹ വന്നിരിക്കുന്നത് നമ്മുടെ എല്ലാ തരത്തിലുള്ള പാപവും ദോഷവും എല്ലാം എടുത്തു മാറ്റി നമ്മുടെ ജീവിതത്തെ പുതിയ ഒരു സൃഷ്ടിയാക്കി മാറ്റിക്കൊണ്ട് മോശയിലൂടെ വന്നിരിക്കുന്ന ആ കൽപ്പനകളുടെ പൂർത്തീകരണം നൽകാൻ വേണ്ടിയാണ്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇവരെല്ലാവരും മോശയുടെ ബഹുമാനിക്കുന്നവരാണെങ്കിലും മോശ തന്നെ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും അവർ ആദരിക്കുന്നില്ല. അപ്പോൾ ദേവാലയ വിശുദ്ധീകരണത്തിന്റെ ചിഹ്നം സഭയാകുന്ന, അതോടൊപ്പം നമ്മൾ ഓരോരുത്തരുടെയും വിശുദ്ധീകരണമാണ് ഈശോ ലക്ഷ്യം വെക്കുന്നത്. അത് ഈശോ തന്നെ ചെയ്യണം, ഈശോ തന്നെ ചെയ്യും. ദേവാലയ വിശുദ്ധീകരണത്തിലേക്ക് ഈശോ ഈ ഓശാന ഞായറാഴ്ച നമ്മളത് മനസ്സിലാക്കുമ്പോൾ നമ്മളെല്ലാവരുടെയും സഭയുടെയും വിശുദ്ധി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മനസ്സിലാക്കേണ്ടത്. അതിനെ തുടർന്ന് നമ്മൾ കാണുന്നത് അത്തിവൃക്ഷത്തെ ശപിക്കുന്ന ഒരു ഭാഗമാണ്. പ്രഭാതത്തിൽ നഗരത്തിലേക്ക് പോകുമ്പോൾ അവന് വിശന്നു എന്നെല്ലാം പറയുന്നത് ആത്മീയമായ അർത്ഥത്തിൽ നമ്മൾ എടുക്കണം. അരികിൽ ഒരു അത്തിവൃക്ഷം കണ്ടു. അവൻ അതിൻ്റെ അടുത്തെത്തി, എന്നാൽ അതിൽ ഇലകളല്ലാതെ ഒന്നും കണ്ടില്ല. അവൻ അതിനോട് പറഞ്ഞു, നീ ഇനി ഒരിക്കലും നിന്നിൽ ഫലമുണ്ടാകാതിരിക്കട്ടെ. ഈ ദേവാലയവും അത്തിവൃക്ഷവുമായിട്ട് വളരെ ബന്ധമുണ്ട്. ദേവാലയത്തെ കച്ചവട സ്ഥലമാക്കിയിരുന്ന അവർ ആ ദേവാലയത്തിൽ വിശുദ്ധമായ പെരുമാറാതെ ജീവിക്കുന്ന അവർ വാസ്തവത്തിൽ അത്തിവൃക്ഷത്തിന്റെ ചുവട്ടിൽ പോയിരുന്ന് വളരെ ഭക്തിപൂർവം 10 പ്രമാണങ്ങൾ പഠിക്കുന്നതാണ് അവരുടെ പതിവ്. എന്നാൽ ഇനി കർത്താവ് അരുളി ചെയ്യുകയാണ്, ഇനി ആ 10 പ്രമാണങ്ങളല്ല, അതിനേക്കാൾ വലിയ പുതിയ പ്രമാണം നൽകാൻ ഞാൻ പോവുകയാണ്. അതുകൊണ്ട് ഇനി ഈ അത്തിവൃക്ഷം വേണ്ട, ഇനി എൻ്റെ ശരീരമാകുന്ന ദേവാലയമാണ് ഇനി ആവശ്യം. അതുകൊണ്ടാണ് ഈശോ ആ ദേവാലയത്തിൽ വെച്ച് തന്നെ പറഞ്ഞു, ഈ ദേവാലയം നിങ്ങൾ നശിപ്പിക്കുവിൻ, എന്നാൽ 3 ദിവസം കൊണ്ട് ഞാനത് പണിതീർത്തും. അതായത് യേശുവിൻ്റെ പുനരുത്ഥാനത്തിന്റെ മുന്നോടിയായിട്ടുള്ള ആ പ്രവേശനമായിട്ടാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. യേശുവിൻ്റെ ജീവിതത്തിലേക്ക് നമ്മളെ ക്ഷണിക്കുകയാണ്, യേശുവിൻ്റെ ഉയർപ്പിന്റെ അനുഭവത്തിലേക്ക് നമ്മൾ ക്ഷണിക്കുകയാണ്. അതിനു മുമ്പ് നിയമം മാത്രം പരിപാലിക്കുന്നതിലൂടെ നീതീകരിക്കപ്പെടും എന്ന ആ സിദ്ധാന്തത്തെ മാറ്റിക്കൊണ്ട് നിങ്ങളുടെ പാപം, നിങ്ങളുടെ ദേവാലയമാകുന്ന നിങ്ങളുടെ ഹൃദയത്തിലുള്ള സകല അശുദ്ധിയും ഞാൻ ശുദ്ധീകരിച്ച് നിങ്ങളെ പുതിയ ഒരു സൃഷ്ടിയാക്കി മാറ്റുന്നു. ഇതാണ് ഈശോയുടെ ഈ ഓശാന ഞായറാഴ്ചയിൽ നമ്മളെല്ലാവർക്കും ഉണ്ടാകേണ്ട ആഗ്രഹം. നമ്മൾ ഈ ഓശാന ഞായറാഴ്ച പെസഹ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് ഈശോയുടെയും ഈ പ്രവേശനത്തോടൊപ്പം തന്നെ എൻ്റെ ശരീരമാകുന്ന ഈ ദേവാലയത്തിൻ്റെ ശുദ്ധീകരണത്തിനാണ് ഈശോ വന്നിരിക്കുന്നത്. തൻ്റെ ശരീരമാകുന്ന ദേവാലയത്തിലെ ഓരോ അവയവങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. ഈ ഓശാന ഞായറാഴ്ചയിലൂടെ നമ്മൾ പ്രവേശിച്ച് ഇതാ കർത്താവിൻ്റെ നീതിയുടെ കവാടം തുറക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൻ്റെ കരുണ നല്ലവനിലും ദുഷ്ടനിലും നീതിമാനിലും നീതിരഹിതരിലും ഒരുപോലെ ഒഴുകുന്ന ആ രഹസ്യമാണ്. ആ രഹസ്യത്തിൻ്റെ പൂർണ്ണമായ പ്രകടനത്തിലേക്കാണ് നമ്മൾ വരുന്നത്. ഈ വലിയ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മളുടെ പൂർണ്ണ ഹൃദയത്തോടെ
പ്രമാണങ്ങളെക്കാൾ വലുത് കരുണയാണെന്നും ആ പ്രമാണങ്ങളുടെ ചിഹ്നമായ അത്തിവൃക്ഷം പണ്ടേ മുതലേ അത്തിമരത്തിന്റെ ഇലയെടുത്ത് മറച്ച ആദത്തെയും ഹവ്വയെയും കർത്താവ് തന്നെ കുഞ്ഞാടിന്റെ തുകൽ കൊണ്ടുണ്ടാക്കിയ തുകൽ വസ്ത്രം ധരിപ്പിച്ചുകൊണ്ട് വിജയകരമായിട്ട് രക്ഷയുടെ വാഗ്ദാനം നൽകിയ പോലെ നമ്മൾ രക്ഷയുടെ വാഗ്ദാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. രക്ഷ ദൈവത്തിന്റെ വാഗ്ദാനമാണ്. ദൈവം മനുഷ്യനോട് ചെയ്തിട്ടുള്ള, അബ്രാഹത്തിലൂടെ നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു വാഗ്ദാനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ആ വാഗ്ദാനം ഇതാ ഇപ്പോൾ ഈശോ നമുക്ക് നടത്തി തരാൻ പോവുകയാണ്. അതിലേക്ക് വേണ്ടി നമ്മൾ ഇന്ന് പൂർണ്ണമായിട്ട് ഈ വിശുദ്ധ കുർബാനയിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയമാകുന്ന ഈ ദേവാലയത്തിൽ എന്തെല്ലാം ബാഹ്യവസ്തുക്കളോ ആത്മീയമല്ലാത്തതുണ്ടെങ്കിൽ അതെല്ലാം വിശുദ്ധീകരിക്കാൻ വേണ്ടി നമുക്ക് വിട്ടുകൊടുത്തുകൊണ്ട് നമ്മുടെ ദേവാലയത്തെ കർത്താവിൻ്റെ പീഠാനുഭവത്തിൻ്റെയും പെസഹായുടെയും പീഠാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും ഉയർപ്പിനോടും ചേർത്ത് വെച്ചുകൊണ്ട് ഒരു പുതിയ ജീവിതത്തിനായിട്ട് കവാടം തുറക്കട്ടെ. ആമേൻ.